ഇത് ഏതൊരു സംഭവത്തിനും കർമ്മ എന്നൊരു സംഭവം ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ടായിരിക്കും അനുപമയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കിട്ടുന്നത് അല്ലെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്നത്തെ പ്രൊമോയുടെ വീക്കിന്റെ പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീക്കിന്റെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു വീക്കിന്റെ പ്രൊമോ ആട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ഒരു വീക്കിന്റെ പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് നമുക്ക് ഇപ്പൊ പോവാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്നാട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും കാട്ടിയ സീനുകൾ എന്ന് പറയുന്നത് അഞ്ജലി സ്കൂട്ടർ വിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പൊ അത് അമ്പാടി കാണും, അർജുനെ അറിയിക്കും, അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അച്ഛന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു, അത് ഓപ്പറേഷൻ ഇപ്പൊ ആവശ്യമില്ല, അപ്പൊ എങ്കിലും ഒരു ഇഞ്ചക്ഷൻ എടുക്കണം, ഒരു കോഴ്സ് എടുക്കണം, അതിന് ഏകദേശം ഒരു 80,000 രൂപയോളം വരും. അപ്പൊ അത് കണ്ടെത്താനായിട്ട് സ്കൂട്ടർ വിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് നമ്മുടെ അഞ്ജലി എത്തിയിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു 80,000 12 ലക്ഷം രൂപയുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു തുകയല്ല എങ്കിൽ പോലും അതിനു വേണ്ടിയിട്ട് ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ട എന്നൊരു തീരുമാനമാണ് നമ്മുടെ അഞ്ജലി തീരുമാനിച്ചിട്ടുള്ളത് അല്ലെ. അതുകൊണ്ടായിരിക്കും അഞ്ജലി സ്കൂട്ടർ വിൽക്കാം എന്നൊരു തീരുമാനത്തിൽ എത്തിയത്. അപ്പോൾ ഒരു 60,000 രൂപയെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മുടെ അഞ്ജലി ഉള്ളത്. അപ്പോൾ ഈ ഒരു മറ്റേ സ്കൂട്ടർ വാങ്ങി വെക്കുന്ന വർക്ക്ഷോപ്പിലെ പുള്ളി പറയുന്നുണ്ട് ഇത്രയും വലിയ തുകയൊന്നും കിട്ടത്തില്ല, എങ്കിലും ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം സ്കൂട്ടർ കൊണ്ട് ഈ വിൽക്കാനായിട്ട് അഞ്ജലി പോയത് സംഭവങ്ങളെല്ലാം തന്നെ അമ്പാടി കാണുകയും അത് നമ്മുടെ അർജുനോട് പറയുകയും അർജുൻ അപ്പൊ അവിടെ എത്തും. അത് കഴിഞ്ഞ് അഞ്ജലി ഈ സ്കൂട്ടറിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അർജുൻ നമ്മുടെ അഞ്ജലിനെ വണ്ടിയിൽ കയറ്റുന്നു. അങ്ങനെ അഞ്ജലിനെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അവിടെ ഇപ്പൊ അഞ്ജലിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അപ്പൊ അഞ്ജലിയുടെ കൈ തന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു. ഇതെല്ലാം ഈ സമയത്ത് ഇതുവഴി കാവ്യ വരികയും കാവ്യ ഈ സംഭവങ്ങളെല്ലാം കാണുകയൊക്കെ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ കാവ്യക്ക് ഇതൊക്കെ കണ്ടാൽ സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ അർജുൻ അഞ്ജലിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഹഗ് കൂടി എനിക്ക് വേണം എന്നൊക്കെ രീതിയിൽ അർജുൻ അഞ്ജലിയോട് പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് കാവ്യ അവിടെ നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ അഞ്ജലി അങ്ങനെ പോകുന്നു. അപ്പോൾ അർജുന് കൈയൊക്കെ കാട്ടി നിൽക്കുന്നു. അങ്ങനെയൊക്കെ സീനുകൾ തീരുന്ന സമയത്ത് ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ കാറിൽ നിന്ന് കാവ്യ അലറി വിളിച്ചുകൊണ്ട് അർജുൻ എന്ന് അലറി വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് വന്ന വീക്കിന്റെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. കുറേ അധികം സംഭവങ്ങളുണ്ട്. അപ്പൊ ആദ്യം പ്രൊമോയിൽ കാട്ടിയ സംഭവം എന്ന് പറയുന്നത് പത്മ മിസ്സിങ് ആയിരുന്നു. ആ പത്മയെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഹരീന്ദ്രൻ വക്കീൽ കാണുകയാണ്. അയാള് മൊബൈലിൽ ഷൂട്ട് ചെയ്യും. നമുക്കറിയാം ഈ ഹരീനെ രാഘവനുണ്ണി വക്കീൽ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം തിരിച്ച് കയറാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഹരിക്ക് ശരിക്കും പറഞ്ഞത് കേട്ടോ. അപ്പം മിക്കവാറും ഹരി തിരിച്ച് രാഘവനുണ്ണിയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാനായിട്ട് ഒരു പഴുതായിട്ട് ഇത് യൂസ് ചെയ്യും. അപ്പൊ എന്താണെങ്കിലും ഈ പത്മ ജീവനോടെ ഉണ്ട്, പത്മ എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി. എവിടെയോ ഒളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ എവിടെയോ സുരക്ഷിതയായി ഉണ്ടെന്നുള്ള കാര്യം ഹരിയും രാഘവനുണ്ണിയും എല്ലാം തിരിച്ചറിയുകയാണ്. അപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു. പത്മയും കാണുന്നുണ്ട്. പത്മ ആകെ പേടിച്ച് കുറച്ച് ടെൻഷൻ അടിച്ച് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു സീനാണ് പ്രൊമോയിൽ ആദ്യം നമ്മൾ വീക്കിന്റെ പ്രൊമോയിൽ കണ്ട കേട്ടോ. അപ്പോൾ രണ്ടാമതായിട്ട് വന്ന സീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആശങ്കപ്പെടുത്തുന്ന സീനുകളാണ് കേട്ടോ. നമുക്കറിയാം അനുപമയുടെ മനസ്സിനുള്ളിൽ വിഷം മാത്രമാണ് ഉള്ളതല്ലേ. അപ്പൊ അനുപമ ആ വിഷം ശരിക്കും പറഞ്ഞാല് കാവ്യയിലേക്കും ഇൻജെക്ട് ചെയ്യാണ്. കാവ്യയും അർജുനും തമ്മിൽ കാവ്യയുടെ മനസ്സിനുള്ളില് അർജുനോടുള്ള കടുത്ത പക ശരിക്കും പറഞ്ഞാൽ കുത്തിവെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അനുപമ. പ്രൊമോയിൽ നമുക്ക് കാണാം, അവനെ സന്തോഷിക്കാൻ നീ അനുവദിക്കരുത്, അവൻ ചിരിക്കാൻ അവനെ അനുവദിക്കരുത്, അവനോടുള്ള പക നീ വീട്ടണം, അവനെ ഒരു കാരണവശാലും സന്തോഷിക്കാൻ നീ ഒരു രീതിയിലും ഇത് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഈ അനുപമ എത്തിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സീന പ്രൊമോയിൽ കണ്ടു. അപ്പോൾ ഇനി കാവ്യ ഈ അർജുൻ അഞ്ജലി ബന്ധം നിർത്തണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് വളരെ ക്രൂവലായിട്ടൊരു സംഭവങ്ങളിലേക്കൊന്നും പുള്ളിക്കാരി പോയിട്ടുണ്ടായില്ല. പക്ഷെ ഈ അനുപമ ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിങ്ങനെ ഇത് കേട്ട് കഴിയുമ്പോൾ ഇനി കാവ്യ വളരെ വേറൊരു തലത്തിലേക്ക്
പുള്ളിക്കാരിയുടെ മനസ്സും അതുപോലെ പുള്ളിക്കാരിയുടെ ചിന്താഗതികളൊക്കെ പോകാനായിട്ട് നമ്മൾ ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയധികം ഈ വിഷമാണ് ഈ അനുപമ കാവ്യയുടെ മനസ്സിൽ ഇപ്പോൾ നിറച്ചിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിൽ അങ്ങനെ ഒരു സീൻ കാണും. അതിനുശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ കുറുപ്പ് ശംഖചക്രം തറവാട്ടിൽ വന്നത് ഭയങ്കര ഹെവി സീൻ ഉണ്ടാകുന്ന സീനാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വിക്കറ്റ് പ്രമേൽ കണ്ടതാണ് ഈ അർജുനെ കയറി കഴുത്തിന് പിടിക്കുന്ന അങ്ങനെ കുറേ സീനുകൾ. എന്താണെങ്കിലും അങ്ങനെ എന്ത് ഒരു വലിയ സംഭവങ്ങളൊക്കെ അവിടെ നടക്കാൻ പോവുകയാണ്. മിക്കവാറും അർജുൻ അഞ്ജലി ബന്ധത്തെ ചൊല്ലിയായിരിക്കും മിക്കവാറും കുറുപ്പ് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അർജുനെ കഴുത്തിന് കയറി പിടിക്കുകയും അങ്ങനെ സംഭവങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഈ മിക്കവാറും ഈ കാവ്യ ചെന്നിട്ട് അവസാനം എല്ലാം തുറന്ന് ഈ കുറുപ്പിനോട് പറഞ്ഞിട്ടുണ്ടാവും ഈ അർജുനും അഞ്ജലിയും തമ്മിൽ ബന്ധമുണ്ട്. അർജുൻ സ്നേഹിക്കുന്ന പെണ്ണാണ് അഞ്ജലി. അച്ഛ എനിക്കറിയില്ല, എനിക്ക് അർജുനെ സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ, അച്ഛൻ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് അവനില്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല അച്ഛൻ, അങ്ങനെയൊക്കെ ഈ കാവ്യ വയ്ക്കാനും കുറുപ്പിനോട് പറയും. അപ്പൊ ഈ അർജുൻ ഈ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അഞ്ജലിനെയാണ് സ്നേഹിക്കുന്നത് എന്ന് അറിയുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് പൊട്ടിത്തെറിക്കും കുറുപ്പ് കേട്ടോ. അപ്പൊ അത് ചോദ്യം ചെയ്താണ് ശംഖചക്രത്തിൽ എത്തുകയും അർജുന്റെ കഴുത്തിന് കയറി പിടിക്കുകയും ഹെവി സീനുകളൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്നത് കേട്ടോ. മിക്കവാറും കഴുത്തിന് കയറി കുറുപ്പ് പിടിക്കുമെങ്കിലും അർജുനും നല്ല രീതിയിൽ തന്നെ ഓപ്പോസ് ചെയ്ത് പറയും, ആരും എൻ്റെ കഴുത്തിൽ എവിടെ നിൽക്കുന്നത്, ആരെ കല്യാണം കഴിക്കണം, ആര് സ്നേഹിക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്, അതിന് കൂടുതൽ ആരെങ്കിലും അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ എടുത്ത് കളഞ്ഞേക്കുന്ന വിചാരം പറയും. അപ്പൊ കാവ്യന് എന്താണെങ്കിലും എനിക്ക് കല്യാണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, എൻ്റെ മനസ്സിൽ അഞ്ജലി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വലിയൊരു തീപ്പൊരി വയ്ക്കാനും കുറുപ്പിനെ മനസ്സിലേക്ക് വീഴ്ത്താനൊരു ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാഘവനുണ്ണി ഏത് രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. മിക്കവാറും അർജുനോട് ഇറങ്ങി പറയാൻ പോകാനുള്ള ഒരു ചാൻസ് ആട്ടോ ഞാൻ കാണുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സീന് ഇന്ന് വന്ന വീക്കിന്റെ പ്രൊമോയിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ഏറ്റവും അവസാനം ഇന്ന് വന്ന വീക്കിന്റെ പ്രൊമോയിൽ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സന്തോഷം നൽകുന്ന ഒരു സീനാണ്. ആദ്യം കുറെ അധികം വിഷം ഈ അനുപമ കാവ്യയുടെ മനസ്സിലേക്ക് കുത്തിവെച്ചെങ്കിൽ ഇത് ഏതൊരു സംഭവത്തിനും കർമ്മ എന്നൊരു സംഭവം ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ടായിരിക്കും അനുപമയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കിട്ടുന്നത് അല്ലെ. അതായത് ഇന്ന് വന്ന വീക്കിന്റെ പുറമെ ഏറ്റവും അവസാനത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ അബി അനുപമയുടെ കഴുത്തിൽ നിന്നും ആ കെട്ടുതാലി വലിച്ചു പൊട്ടിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അതായത് ഓൾറെഡി പല പ്രശ്നങ്ങളും അനുപമയായിട്ട് നമ്മുടെ അബി ഉണ്ട്. അപ്പം അത് എന്ത് പറഞ്ഞിട്ടാ എന്തിന്റെ പേരിലാണ് എന്ന് നമുക്ക് അറിയില്ല. എന്താണെങ്കിലും അബിയുടെ മനസ്സിൽ അനുപമ ഒരു തരി പോലും ഒരു രീതിയിലും അനുപമ ഒരിക്കലും അഭിലാഷിന്റെ മനസ്സിലില്ല അല്ലെ. അപ്പോൾ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പറഞ്ഞിട്ടാണ് ഈ അഭിലാഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുപമയുടെ കഴുത്തിൽ നിന്നും ഈ കെട്ടുതാലി വലിച്ചു പൊട്ടിക്കുന്നത്. അപ്പം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും, വഴക്കുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും അനുഭവം പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അബി ഇങ്ങനെ കെട്ടുതാലി വലിച്ചു പൊട്ടിച്ച് എറിഞ്ഞ് കളയും അല്ലെ വലിച്ചു പൊട്ടിച്ച് എടുക്കുമെന്നൊരു സ്വപ്നത്തിൽ പോലും ഈ അനുപമ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി അത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഷോക്കഡായി പോയി കേട്ടോ. എന്താണെങ്കിലും ഏത് സംഭവങ്ങളും ഒരു സംഭവം ചെയ്യുമ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാകും എന്നൊരു തെളിവ് തന്നെയാണ് കേട്ടോ ഇത്. എന്താണെങ്കിലും നല്ലൊരു വീക്കിന്റെ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചില റിവ്യൂസുമായിട്ട് നമ്മുടെ ചാനലിൽ നാളെ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾ കാണുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്താണെങ്കിലും കൂടുതൽ വീഡിയോസുമായി വരാം. എല്ലാവർക്കും ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.